അല്ല, ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 85 മിനിമം കിട്ടും, അത് 100 വരെ പോകാം. 102 പട്ടിയൂർക്കാവിലെ ഭൂരിപക്ഷം ഞാൻ പറഞ്ഞു. ഞാൻ കൊട്ടക്കണക്കിന് കണക്കൊന്നും പറഞ്ഞില്ല. ഞാൻ 5-നും 7-നും മധ്യേ, അതിൽ 5400 വോട്ട് കിട്ടി. നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ അസസ്മെന്റിനേക്കാൾ കൂടുതലായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഇത്ര വലിയ അട്ടിമറി നടക്കുന്ന ആരും വിചാരിച്ചില്ല. 46,000 വോട്ടിന് ജയിച്ച സീറ്റാണ് ഇത്തവണ 7,000-ന് കുഞ്ഞികൃഷ്ണൻ വിജയിച്ചത്. തളിപ്പറമ്പിൽ 10-ലും മേലെ ഭൂരിപക്ഷത്തിനാണ് ഗോവിന്ദൻ വിജയിച്ചത്. ഇത് വ്യക്തമായിട്ടുള്ള CPM-ന്റെ സംസ്ഥാന നയത്തിനെതിരെ പാർട്ടി പ്രവർത്തകരിലുണ്ടായ വികാരമാണ് ഈ കണ്ണൂരെ കോട്ടകൾ, CPM-ന്റെ കോട്ടകൾ തകരാനുണ്ടായ സാഹചര്യം. മറ്റേത് സ്ഥിരം കള്ളവോട്ട് കൊണ്ടൊക്കെയാണ് ജയിച്ചിരുന്നതെങ്കിൽ ഇത്തവണ കള്ളവോട്ടിന് ഏർപ്പാടൊക്കെ ചെയ്തു. പക്ഷെ വോട്ട് ചെയ്യാൻ അകത്ത് പോയവർ ശരിക്കുള്ള വോട്ട് ചെയ്തു, ചെയ്യേണ്ടവർക്ക് വോട്ട് ചെയ്തു. അപ്പം അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം പഠിക്കേണ്ട ഒരു പാഠമെന്ന് പറയുന്നത്. ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തുക. UDF-നും ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. ഇത്രയും മൃഗീയ ഭൂരിപക്ഷം കിട്ടുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ UDF-ന് കഴിയണം. കാരണം 2001-ലെ അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. 2001-ൽ എല്ലാവരും, ഞാനുൾപ്പെടെ, അതിൽ മതിമറന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി പിന്നെ കോൺഗ്രസ് 1-ാം സ്ഥാനത്ത് വരാൻ ഏതാണ്ട് 15 വർഷം. ഇത് മുൻകാല തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ചാൻസാണ്. അത് എല്ലാ UDF നേതാക്കളും ഒരുമിച്ചുകൊണ്ട് തന്നെ, ടീം UDF ആയിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ വിജയിപ്പിച്ചു വിട്ടവർ എന്ത് ചെയ്യുന്നു എന്ന് ജനങ്ങൾ പരിശോധിക്കും. അവരുടെ മുമ്പിൽ പാർട്ടിയും UDF ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞ ടീം UDF എന്നുള്ള സ്ലോഗൻ, അതിന് ഇനിയും പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാം, സാമൂഹ്യ മാധ്യമങ്ങളെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് ഒരു മാറ്റം ആരും വിചാരിച്ചാലും വരുത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനം ദേശീയ നേതൃത്വം സ്വീകരിക്കും. അല്ല, അത് പരാജയങ്ങൾ കൂടെ ഞങ്ങൾ പരിശോധിക്കും. 35 സീറ്റിൽ LDF ജയിച്ചല്ലോ, അവിടെ എന്തുകൊണ്ട് UDF പരാജയപ്പെട്ടു എന്നുള്ളത് അതാത് നിയോജകമണ്ഡലം തലത്തിൽ അന്വേഷിക്കും. അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെല്ലായിടത്തും, കേരളം ഉൾപ്പെടെ, BJPക്കെതിരെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കാഴ്ചവെക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.